എൻ്റെ പേര് ഷെനി ജോൺസൺ. ഞാൻ കൊല്ലത്തു നിന്നും വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് 2019 മെയ് മാസത്തിലാണ്. അന്ന് മുതൽ ഇന്ന് വരെയും കൊറോണക്കാലം ഒഴിച്ച് ബാക്കി എല്ലാ സമയങ്ങളിലും ഞാൻ ഉടമ്പടിയിൽ പൂർണ്ണമായും ഞാൻ വിശ്വസിച്ചും ഉറച്ചും നിൽക്കുന്നു. എനിക്ക് ഇപ്പം 2 സാക്ഷ്യമായിട്ട് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 17-ാം തീയതിയാണ് എൻ്റെ 7ാമത്തെ പുതുക്കൽ ഞാൻ നടത്തിയത്. അതിനു മുമ്പിട്ട് എൻ്റെ മകൻ ഖത്തറിൽ നിന്നും ജോലി റിസൈൻ ചെയ്ത് ആഗസ്റ്റ് 16-ാം തീയതി നാട്ടിലെത്തി. അപ്പം അവിടെ റിസൈൻ ചെയ്തപ്പോൾ തന്നെ അവിടെ വേറൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും അത് പാസ്സാകുകയും ആ കമ്പനിയുമായി 5 വർഷത്തേക്ക് കരാർ ഒപ്പിടുകയും ചെയ്തിരുന്നു. അപ്പം ഏകദേശം ഒരു 10 ദിവസം നാട്ടിൽ വന്നിട്ട് പോകാൻ വിസ അടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ വന്നു. ഇവിടെ വന്നിട്ട് മെഡിക്കൽ എടുത്തു. സെപ്റ്റംബർ 13-ാം തീയതി മെഡിക്കൽ എടുത്തു. അന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് പോയി ഫിറ്റാണെന്നും പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞു. പിന്നീട് അതിനെപ്പറ്റി യാതൊരു വിവരവുമില്ല, വിസ അടിക്കുന്നില്ല, ഒന്നും അറിയുന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞു. ഒക്ടോബർ മാസം ആദ്യം ഞങ്ങൾ വീണ്ടും കൊച്ചി മെഡിക്കൽ സെൻറ്ററിൽ ചെന്ന് ചോദിച്ചു, എന്താണ് വിസ അടിക്കാത്തതിൻ്റെ താമസം എന്താണെന്ന്. അപ്പം നിങ്ങൾ അവിടുത്തെ ഗവൺമെൻറ്റുമായിട്ട്, ഖത്തർ ഗവൺമെൻറ്റുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കമ്പനിയുമായിട്ട് നിന്നപ്പോൾ അവിടെയും യാതൊരു തടസ്സവുമില്ല, പക്ഷേ വിസ അടിക്കുന്നില്ല. ഞാനങ്ങനെ മാതാവിനോട് വീണ്ടും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പ്രാർത്ഥനയും കാരുണ്യ പ്രവർത്തിയുള്ള ഈ എണ്ണം കൂട്ടിയിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നപ്പോൾ പുതുക്കാൻ വന്നപ്പം ഇവന് 10 ദിവസമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇവൻ്റെ കാര്യം ഞാൻ ഉടമ്പടിയിൽ വെക്കുന്നില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. പക്ഷേ എഴുതാൻ തുടങ്ങിയപ്പം ഫസ്റ്റ് നിയോഗമായിട്ട് ഞാനത് വെച്ചത് അവൻ്റെ വിസ പ്രോസസ്സിങ് വെക്കണമെന്നും പറഞ്ഞ് മനസ്സിന് ശക്തമായിട്ടും വന്നു. ഞാനത് വെക്കുകയും ചെയ്തു. അത് കഴിഞ്ഞാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാനത് അവനോട് പറഞ്ഞു. ഞങ്ങളത് മെഡിക്കൽ സെൻറ്ററിൽ പോയി തിരക്കിയിട്ട് നടന്നില്ല. അവിടുത്തെ ഗവൺമെൻറ്റിനും ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, കമ്പനിക്കും അത് പറ്റുന്നില്ല. അങ്ങനെ ഇരുന്ന് ഞാൻ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ കാരണം എന്താണെന്ന്, ഈ വിസ അടിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് മാതാവേ നീ വെളിപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഈ കരാർ ഒപ്പിട്ടത് കാരണം വേറെ രാജ്യത്തോട്ട് നോക്കാനും പറ്റുന്നില്ല. ഇവർ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പൈസയും ചിലവാക്കി, 1 രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആവുന്നതുമില്ല. അപ്പം ഞങ്ങൾക്ക് ഈ കമ്പനിയുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റുമായി. അങ്ങനെ ഞാൻ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് ഞങ്ങൾക്ക് ഒക്ടോബർ അവസാനം ഞങ്ങൾക്ക് ഒരു ഇത് കിട്ടി. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. നവംബർ 15-ാം തീയതിക്ക് മുമ്പ് വിസയും അതിൻ്റെ ടിക്കറ്റും ശരിയായി വരണം, അതിന് മുമ്പിട്ട് ഇതിൻ്റെ കാരണം എനിക്ക് കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ചയുടെ അന്ന് ഈ മാസം നവംബർ ആദ്യം തന്നെ 2020-21 കോവിഡ് കാലത്ത് ഇവൻ മാസ്ക് വയ്ക്കാതെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് മാസ്ക് ശകലം മാറിപ്പോയി. അന്ന് അവിടെ 20,000 രൂപ പെറ്റി വന്നായിരുന്നു. അവന് പെട്ടെന്ന് തന്നെ അതുകൊണ്ട് ചെന്ന് ഹാജരായി. അവിടെ ചെന്ന് 10,000 രൂപ അടച്ചു. 10,000 രൂപയായിട്ട് അവിടെ കുറച്ച് കൊടുത്തായിരുന്നു. അത് അടയ്ക്കുകയും ചെയ്തിരുന്നു. ആ അടച്ച റെസിപ്റ്റ് കയ്യിൽ കിട്ടി. പക്ഷെങ്കിൽ അത് സിസ്റ്റത്തിൽ കയറ്റിയിട്ടില്ലായിരുന്നു അവിടുത്തെ ഗവൺമെൻറ്. അപ്പം അതിങ്ങനെ 2020 നടന്നതായതുകൊണ്ട് അതിൻ്റെ റെസിപ്റ്റും ഞങ്ങളുടെ കൈവശമില്ലായിരുന്നു. അതാണ് ഒരു തടസ്സം എന്ന് ഒരുപാട് ശരിക്കും പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ 4 മാസം അവൻ വീട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾക്ക് ഹൗസിംഗ് ലോണുണ്ട്, ബാക്കി ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇതെല്ലാം ഞങ്ങൾക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഞങ്ങളെ ഒരു സംരക്ഷണം പോലെ മാതാവ് നടത്തുന്നുണ്ട്. ഇവൻ അവിടെ നിന്ന് ഖത്തറിൽ റിസൈൻ ചെയ്ത് വന്നപ്പോൾ 5 മാസത്തെ ലോണ് അവൻ മുൻകൂർ ഇട്ടിരുന്നു പൈസയായിട്ട്. അപ്പം ഞാനിങ്ങനെ ഓർത്ത്, ഇവൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇടുന്നത്? അപ്പോൾ അവിടെ എല്ലാം മാതാവിൻ്റെ ഒരു സംരക്ഷണം പോലെ ഞങ്ങൾക്കൊന്നും മുടക്കം വരരുത്. പക്ഷേ മാതാവിൻ്റെ അത്ഭുതം ഞങ്ങൾക്ക് കാണിച്ചു തരികയും വേണമെന്നുള്ളൊരു ഇതായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ അത് കിട്ടി. ഇന്നലെ അവന് അത് ഞങ്ങൾ വീണ്ടും കമ്പനി തന്നെ ആ 10,000 രൂപ വീണ്ടും ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശായില്ല, കമ്പനി തന്നെ ഡയറക്റ്റ് അടച്ചു. ഇന്നലെ അവന് വിസ അടിച്ചു കിട്ടി. ഇന്നലെ 11 മണിക്ക് വിസ അടിച്ചു കിട്ടി. ഇപ്പം ഞങ്ങളിവിടെ വന്നു സിസ്റ്ററിനോട് സാക്ഷ്യം എല്ലാം പറഞ്ഞു കഴിഞ്ഞിപ്പോൾ അവിടെ ചെന്ന് നിന്ന് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേനും ടിക്കറ്റും കിട്ടി. വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും വന്നു. ഇത് മാതാവിൻ്റെ അനുഗ്രഹം മാത്രം, ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കിത് സാധിച്ചു കിട്ടിയത്. മാതാവിന് 1000 നന്ദി ഞാൻ പറയുന്നു.
രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മകൾ വിദേശത്ത് പോകാൻ 1 വർഷം കൊണ്ടേ തീരുമാനിച്ച് ഭയങ്കര ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. അപ്പം എല്ലാവരും പറയുന്നത് മെഡിക്കൽ ഫീൽഡാണെങ്കിൽ മാത്രം ഞങ്ങൾക്ക് ചാൻസ് ഉള്ളൂ, അല്ലാതെ ഞങ്ങൾക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്ന് ഞങ്ങളുടെ ബന്ധുക്കളെല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം വിസിറ്റിംഗ് വിസ എടുത്ത് പോകാം, അവിടെ സഹോദരങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പോയി എന്തെങ്കിലും ഒരു ജോലി, കമ്പ്യൂട്ടറാണ് അവൾ പഠിച്ചത്, അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു സെഷനിൽ ജോലി നോക്കാം എന്നും പറഞ്ഞ് അവൾ ഏകദേശം ഒരു ട്രാവൽസിൽ പോയി തിരക്കിയപ്പോൾ ഏകദേശം ഒരു 70,000 രൂപയോളം ചിലവ് വരും. പിന്നെ അവിടുത്തെ ചിലവും ഇതെല്ലാം ഇവൾ തന്നെ വഹിക്കണം. ഏകദേശം 1 ലക്ഷം രൂപ അടുപ്പിച്ച് ചിലവ് വരുമായിരുന്നു. അപ്പം ഇവർ എല്ലാം കൊടുക്കാനായിട്ടാണ് ട്രാവൽസിൽ പോയത്, വിസ അടിക്കാനായിട്ടും. പക്ഷേങ്കിൽ എന്തോ അന്നേരം അവളുടെ മനസ്സിൽ തോന്നിയെങ്കിൽ ഞാൻ വീട്ടിൽ ചെന്ന് പപ്പയുടെ മമ്മിയോടും ചോദിച്ചിട്ട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നു. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. 3-ന് ഇവൾക്ക് വേറൊരു ബന്ധു വിളിച്ചിട്ട് പറഞ്ഞു, നീ വരാൻ തയ്യാറാണെങ്കിൽ ഒരു വിസയുണ്ട്, എത്രയും പെട്ടെന്ന് നീ കയറി വരാൻ റെഡിയാണെങ്കിൽ അവർ നിന്നെ ഇൻ്റർവ്യൂ ചെയ്യും, നീ ഫോൺ എടുക്കാൻ നിൽക്കണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അവൾ അങ്ങനെ അവിടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. 3 ഇൻ്റർവ്യൂ കഴിഞ്ഞു. അവൾ പാസ്സായി. പിറ്റേന്ന് തന്നെ അവൾക്ക് വിസ, പാസ്പോർട്ടിൻ്റെ കോപ്പിയും എല്ലാം അയച്ചു കൊടുത്തു. വിസ വന്നു. ഈ മാസം നവംബർ 5-ാം തീയതി അവൾ കയറിപ്പോയി. 1 രൂപ പോലും ഞങ്ങൾക്ക് ചിലവില്ലാതെ, ആകെ ഞങ്ങളുടെ കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ പോയ 2,000 രൂപ മാത്രമാണ് ഞങ്ങൾക്ക് ചിലവായത്. 1 രൂപ പോലും ഞങ്ങൾക്ക് ചിലവില്ലാതെ അവൾ പോയി. കഴിഞ്ഞ വെള്ളിയാഴ്ച അവൾ ജോലിക്ക് കയറുകയും ചെയ്തു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്പം നന്ദി പറയുന്നു. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത്, ഞാൻ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ക്യാൻസർ പേഷ്യൻറ്റിന് ആദ്യമൊക്കെ ഞാൻ രാവിലെ കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ രാവിലെ 6:30 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ എനിക്ക് ചോറ് വെച്ചുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. അപ്പം ഞാനവിടെ ക്യാൻറ്റീനിൽ നിന്നൊക്കെ ഭക്ഷണം വാങ്ങിച്ചാണ് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഞാൻ ഓർത്തു, ഞാനെന്തിന് ഇത്രയും കഴിഞ്ഞ് ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ട് കൊടുക്കണമല്ലോ എന്ന് ഓർത്തു. ഈ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ട് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ തലേന്ന് തന്നെ പച്ചക്കറികളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് വെച്ചിട്ട് ഞാൻ ഓരോന്നുണ്ടാക്കി. ആ ക്യാൻസർ പേഷ്യൻറ്റിന് 6 പേരാണ് അവിടെ ഉള്ളത്. ആ 6 പേർക്കും ഞാൻ രാവിലെ 6:30 മണിയാകുമ്പം ഭക്ഷണം 6 പൊതിയും കെട്ടി ഞാൻ പോകാൻ തുടങ്ങി. എല്ലാ ആഴ്ചയിലും ബുധനാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും ഞാൻ കൊണ്ടുപോയി അവിടെ കൊടുക്കും. അതുപോലെ പിന്നെ ഇട ദിവസങ്ങളിൽ ഭക്ഷണം ഭിക്ഷക്കാർക്ക് അവിടെ ഒരു പള്ളിയുണ്ട്, കൈകെട്ടി ഈശോയുടെ പള്ളി. ആ പള്ളിയിൽ ചുറ്റും ധാരാളം ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കും, വസ്ത്രം കൊടുക്കും. അങ്ങനെ കാരുണ്യ പ്രവർത്തികളുടെ ഈ ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കാരുണ്യ പ്രവർത്തികൾ കൂടുതൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇത്രയും അനുഗ്രഹം എനിക്ക് കിട്ടാൻ തുടങ്ങിയത്. ഇത് പിന്നെ ബൈബിൾ വായിക്കും, 1/2 മണിക്കൂർ മുടങ്ങാതെ വായിക്കും, കുമ്പസാരിച്ച് കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ എന്നെക്കൊണ്ട് പിന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, ജോബിനെ പോലെ ഈശോയോട് വിശ്വസ്തയോടെ ജീവിക്കുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ എപ്പോഴും. അപ്പോൾ എനിക്ക് എൻ്റെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു.